ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. എൻ്റെ പേര് ജെഫി ജോയ്. ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് വടക്കുംകരയാണ് എൻ്റെ സ്ഥലം, തൃശ്ശൂർ. ഇത് അൾത്താരയിൽ ദൈവകുമാരൻ്റെയും മാതാവിൻ്റെയും മധ്യസ്ഥയാൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മാതാവിൻ്റെയും ദൈവകുമാരൻ്റെയും സാക്ഷ്യത്തിൽ ഞാൻ UK ഒരു രജിസ്ട്രാർ ജോലിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. ഞാനവിടെ ജോയിൻ ചെയ്ത പുതിയൊരു സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നെക്കുറിച്ച് അവർക്കും അറിയില്ല. അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസും പ്രൊസീജിയേഴ്സും എല്ലാം ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനോടെല്ലാം മാതാവ് എന്നെ വളരെ സുഗമമായ രീതിയിൽ ഒരുക്കി ചേർത്തു. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളും കൂടെ എനിക്ക് സ്കിൽസ് മാതാവ് തന്നു. അതിൽ ആദ്യം തന്നെ ഞാൻ രജിസ്ട്രാർ റോളായപ്പോൾ വെറും 450 ഗ്രാമുള്ളൊരു കുഞ്ഞിന് ഒരു രക്തധമനിയിലൊരു ലോങ് ലൈൻ ഇടാനായിരുന്നു എനിക്ക് തന്നത്. ആ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ കൺസൾട്ടൻറ്റും ഞാൻ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു അത്രയും ചെറുതുള്ള ഒരു കുഞ്ഞിനെ ഇട്ടിട്ടില്ല. എന്നാലും മാതാവിൻ്റെയും ദൈവകുമാരൻ്റെയും മധ്യസ്ഥതയാലും അവരുടെ ഒരു പ്രത്യേക കൃപയാലും എനിക്ക് അതൊന്ന് ഇടാൻ പറ്റി. അതുപോലെ വളരെയേറെ ഷിഫ്റ്റുകൾ എനിക്ക് എൻ്റെ ദൈവവും എൻ്റെ മാതാവും വളരെ സുഗമമാക്കി തന്നു. ഉള്ളതിലെ ഏറ്റവും സ്കിൽസ് കുറവുള്ളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നെ പരിഗണിച്ചപ്പോൾ തക്ക സമയത്ത് ദൈവകുമാരനും മാതാവിനെ ഉയർത്തി. പലരും എന്നെ പ്രശംസിച്ചു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന്. അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ MRCPSH UK തിയറി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 മാർക്കിന് ആ എക്സാം തോറ്റുപോയി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും അത് എഴുതി പാസ്സായവരാണ്. ഞാൻ അവിടെ ചെന്നു, വീണ്ടും എക്സാം അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് ഒന്നും ഒരുങ്ങാനായിട്ടൊരു സമയം ഒന്നും കിട്ടിയിട്ടില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എക്സാമിന് ഹാളിൽ നിന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തൈലം പൂശി പോയി. കമ്പ്യൂട്ടറിലെല്ലാം മാർക്ക് ചെയ്തു, തിരിച്ചു വന്നു, എക്സാം പാസ്സായി. അത്രേ എനിക്ക് അറിയുള്ളൂ. ബാക്കി ഞാനായിട്ടൊന്നും അതിൽ അധ്വാനിച്ചിട്ടില്ല. എല്ലാം എനിക്ക് കൃപയായിട്ട് ലഭിച്ചതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുപോലെ തന്നെ വീണ്ടും എനിക്കവിടെ UK ഡ്രൈവിംഗ് എക്സാം ഉണ്ടായിരുന്നു. എൻ്റെ ഇൻസ്ട്രക്ടർക്ക് എൻ്റെ മേലെ വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എക്സാം എഴുതാൻ പ്രാക്ടിക്കൽ കൊടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലാവരെയും തോൽപ്പിക്കുന്ന ഒരു പേര് കേട്ട ഒരു ഇൻസ്ട്രക്ടറുമായിരുന്നു എനിക്ക് കിട്ടിയത്. ആ ഇൻസ്ട്രക്ടറിൻ്റെ പേര് തന്നെ അവർ വിളിച്ചിരുന്നത് നോ ചാൻസ് നോ ലാൻസ് എന്നായിരുന്നു. ആ ഇൻസ്ട്രക്ടർ വരുന്നു, എൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നു. ഇടയിൽ ഞാൻ കുറേ തെറ്റുകൾ വരുത്തി. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കയ്യിൽ നിന്ന് പോയി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പുള്ളി പറഞ്ഞു ഇല്ല പാസ്സായി, സീരിയസ് ഫോൾട്ടൊന്നും വരുത്തിയില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും ഞാൻ ആ ഡ്രൈവിങ്ങിന് കയറുന്നതിന് മുൻപ് ഉപ്പിട്ട് തൈലം പൂശിയും പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഒരു കൃപയാൽ മാത്രമാണ്. കാരണം എനിക്കെതിരെ ഒരു സൈക്കിള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു ആ സൈക്കിള്. പെട്ടെന്നായിരുന്നു ആ സൈക്കിൾ കണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തി സൈഡ് കൊടുത്തു. ആ സൈക്കിളിനെ ഞാൻ ലാസ്റ്റ് നിമിഷത്തിൽ കണ്ടില്ല. വണ്ടി എടുത്തിരുന്നെങ്കിൽ അതും ഒരു സീരിയസ് ഫോൾട്ടായിട്ട് എന്നെ അവിടെ തോൽപ്പിച്ചേനെ. അതുപോലെ തന്നെ അത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു കാറ് മാതാവ് തന്നു. അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ മൊബൈലിലുള്ള ഫോട്ടോയിലാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. കാരണം വണ്ടി ഷോറൂമിൽ വരാൻ സമയമെടുത്തു. അതുപോലെ അതുവഴി എനിക്ക് ഭയങ്കര ആവശ്യക്കാരുള്ളൊരു വണ്ടിയായിരുന്നു അത്. അപ്പോൾ എനിക്കിത് തന്നെയായിട്ട് മാതാവ് അത് മാറ്റി വെച്ചു. വരാൻ സമയമെടുത്തെങ്കിലും എനിക്ക് തന്നെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഒരു ഫ്ലാറ്റ് അന്വേഷിക്കുമായിരുന്നു. അവിടെയും ഞാൻ ആഗ്രഹിച്ചൊരു ഫ്ലാറ്റ് പള്ളിയുടെ അടുത്തായിട്ട് കുർബാനയ്ക്ക് പോകാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുള്ളൊരു സൗകര്യത്തിന് ഞാൻ നോക്കി. അതും എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിളിച്ച ദിവസം അവർ പറഞ്ഞു വേറെ ടെനൻസ് ബുക്ക് ചെയ്തു, ഇനി അത് വരില്ല മാർക്കറ്റിൽ. വളരെയേറെ ഫ്ലാറ്റുകൾ ഞാൻ അങ്ങനെ നോക്കിപ്പോയി കണ്ടു. എക്സ്പെഷ്യലി MRCPSH എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഒരു ഫ്ലാറ്റ് പോയി കണ്ടു. അത് ഞാൻ ആദ്യം കണ്ടു വെച്ചിരുന്ന ആ ഫ്ലാറ്റ് തന്നെയായിരുന്നു. അതെനിക്ക് ഉറപ്പില്ലായിരുന്നു അത് തന്നെയാണോ എന്ന്. മുടങ്ങിപ്പോയി ആ ഫ്ലാറ്റ് തന്നെ എനിക്ക് മാതാവ് തന്നു. അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പോലും കാത്തിരിക്കേണ്ട അന്ന് തന്നെ അവരെനിക്ക് പറഞ്ഞു ഫ്ലാറ്റ് എടുത്തോളൂ, ലാൻഡ് ലോർഡിന് സന്തോഷമാണ് തരാനായിട്ട്.
അങ്ങനെ പള്ളിയുടെ അടുത്ത് ഡെയിലി കുർബാനയ്ക്ക് പോകാനും അതുപോലെ ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ്സിനൊക്കെ പോകാനും എനിക്ക് വളരെ ഈസി ആയിട്ടൊരു ഭവനവും മാതാവ് തന്നു. അതുപോലെ തന്നെ വളരെയേറെ വിഷമകരമായ പല കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രീ ടേം ബേബീസായിട്ടും അവരുടെ മാതാപിതാക്കളായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും അതേ ഒരു നമ്മളും അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു അർത്ഥത്തിൽ ആ പാരൻസിന് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് മാതാവിൻ്റെ പത്രം വിതരണം ചെയ്യാറുണ്ട്. അവിടെ UK നടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഇട്ടിട്ട് അതിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുക്കാറുണ്ട്. സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നവർക്ക് പിറകോട്ട് നിൽക്കുന്നവർക്കെല്ലാം ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. ആത്മീയമായിട്ട് പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പോവും, അല്ലെങ്കിൽ ഓൺലൈൻ കുർബാന കാണും, ഉപവസിക്കും ആഴ്ചയിൽ. അതുപോലെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കറക്റ്റ് ചൊവ്വാഴ്ച തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ബുധൻ വ്യാഴത്തോടു കൂടെ ഞാൻ കണ്ടു തീർക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായനയും പേഴ്സണൽ പ്രയേഴ്സും കൂടുതലാവാനായിട്ടും എന്നെ വളരെയായിട്ടും മാതാവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം UK ഞാനിവിടെ മലയാളത്തിൽ കുമ്പസാരിച്ചിട്ട് ഇംഗ്ലീഷിൽ പോയി കുമ്പസാരിക്കാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്നെ സഹായിക്കുകയും അവിടെ അച്ഛന്മാർ കുമ്പസാരിക്കാതിരിക്കുമ്പോൾ അവരും ഹെൽപ്പ് ചെയ്ത് നന്നായിട്ട് കുമ്പസാരിക്കാനും എനിക്ക് ഈ ലാസ്റ്റ് എല്ലാ മാസങ്ങളിലും 2 ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ള അവസരവും മാതാവ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടെ വീണ്ടും ഈ അൾത്താരയിൽ നിർത്തിയതിന് ഞാൻ എൻ്റെ മാതാവിനും ദേവകുമാരനും നന്ദി പറയുന്നു. 1 ദിനവൃത്താന്തം 4:10. യാബാസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഡോക്ടർ ജെഫി നമ്മോട് പങ്കുവെച്ച സാക്ഷ്യം അത് അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ്. മകൾ സൂചിപ്പിച്ചത് പീഡിയാട്രിക് ഡോക്ടറാണ്, UK സർവീസ് ചെയ്യുന്നു. അവരുടെ കൈകളിലേക്ക് 450 ഗ്രാം ഭാരമുള്ള ഒരു കുഞ്ഞിനെയാണ് കൊടുക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ഞരമ്പുകളിലൂടെ ആർട്ടറി വരെ എത്തുന്ന ഒരു കാനൽ ഇട്ട് കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട വളരെ അപൂർവമായ ഒരു രീതിയുമാണ്. ഇത്രയും ഭാരമുള്ള കുഞ്ഞ് സർവൈവ് ചെയ്യുക പോലും അത്ര എളുപ്പമല്ല. അത് മകൾ ആദ്യം അവിടെ ജോലിക്ക് വേണ്ടി ചെല്ലുകയാണ്. മകൾ സൂചിപ്പിച്ചു, കൂടെയുള്ള മറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും കൂടുതൽ ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയോ ചെയ്തിരുന്നോ, താൻ ആരുമല്ല ഒന്നുമല്ല എന്ന രീതിയിൽ മറ്റുള്ളവരൊക്കെ തന്നോട് പെരുമാറുന്നുണ്ടോ എന്നൊക്കെ അവൾക്ക് തന്നെ ഫീൽ ചെയ്തു പോയ നാളുകളിലാണ് ആദ്യത്തെ തന്നെ ഷിഫ്റ്റുകളിൽ ഈ ഒരു കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് ഈ കാര്യം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവൾ പറഞ്ഞു, ഞാൻ പഠിച്ചെടുത്തോ ജോലി ചെയ്തെടുത്തോ ഒന്നും അത്രയും ഭാരക്കുറവുള്ള 450 ഗ്രാം അതെന്തുണ്ടെന്ന് നമുക്കറിയാം. അത്രയും ഒരു ഭാരക്കുറവുള്ള ഒരു കുഞ്ഞിനെ കാണുക പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് മെഡിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നത്. അത് ചെയ്തു എന്നതാണ് അവൾ ദൈവത്തിന് നന്ദി പറയുന്നത്. എൻ്റെ കഴിവ് കൊണ്ടും അറിവ് കൊണ്ടും സാധിക്കാത്തത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ അമ്മ മാതാവ് ആ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചെടുക്കുവാൻ മറ്റെല്ലാവരും അത്ഭുതകരമായി ഇതെങ്ങനെ ഇവൾ ചെയ്തുവെന്ന് ചോദിക്കുവാൻ പറ്റും വിധം അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിച്ചുവെന്ന്. അത് അമ്മയോട് ചേർന്ന് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സിദ്ധികളാണ്. അത് നമ്മളായിരിക്കില്ല അത് ചെയ്യുന്നത്, അത് നമ്മുടെ കൂടെ നിന്ന് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മകൾ പറഞ്ഞു, ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോകുമ്പോൾ ആരെയും ജയിപ്പിക്കാത്ത ആളുടെ അടുത്താണ് ആ വ്യക്തിയാണ് ആ ലൈസൻസ് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നത്. ചെറിയ ചെറിയ തെറ്റുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം ചെല്ലുമ്പോഴും അറിയാം ഇദ്ദേഹത്തിൻ്റെ കൂടെയാണെങ്കിൽ ജയിച്ചു വരാൻ പാടാണെന്ന്. പക്ഷേ അമ്മ മാതാവ് കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുകയാണ്. വളരെ സൗമ്യതയോടെ ഒത്തിരി സ്നേഹത്തോടു കൂടി ചെറിയ പിഴവുകൾ വരുത്തിയിട്ടും അതൊന്നും പരിഗണിക്കാതെ മകളുടെ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി കൊടുത്തുകൊണ്ട് മകൾക്ക് ലൈസൻസ് അനുവദിക്കുകയാണ്. മകൾ ഈ ഇടങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഉടമ്പടി ഉപ്പ് എൻ്റെ കരങ്ങളിലുണ്ടാവും, ഞാനത് ഒരു സെക്യൂരിറ്റി പോലെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് അതിട്ട് പ്രാർത്ഥിച്ച് എന്നെ കാത്തുകൊള്ളുകയും ഈ കടമ്പ കടക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു ഫ്ലാറ്റിനെ കുറിച്ച് മകൾ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ആദ്യം പോയി നോക്കി, അത് കൊടുത്തുപോയെന്നൊക്കെയാണ് കേട്ടത്. അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് മകൾ തിരികെ പോന്നു. വീണ്ടും ഇത് വീടന്വേഷിച്ച് നടക്കുകയും ഇതേ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ചെന്ന് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അത് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അവർക്ക് തരുവാൻ സന്തോഷമേ ഉള്ളുവെന്നും ആ ഫ്ലാറ്റ് തന്നെ എടുത്തോളാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച്, അമ്മയെ കൂട്ടുപിടിച്ച്, ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുകയും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഓരോ നിമിഷവും അമ്മയും തിരുക്കുമാരനും എനിക്കെന്താണോ വേണ്ടത് അത് നൽകിക്കൊണ്ടിരിക്കുന്നു. മകൾ ഒരു എക്സാമിനെ കുറിച്ച് പറഞ്ഞു. ആ എക്സാമിൻ്റെ പേര് MRCPCH എന്ന എക്സാമാണ്. വളരെ പ്രൊഫഷണലായിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുറച്ച് പേർ എഴുതുകയും ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അവിടെ ജോലി ചെയ്യുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകമാവിധം അവരെ അംഗീകരിക്കപ്പെടുന്ന ഒരു പരീക്ഷയാണ്. അവൾ പറയുന്നുണ്ട്, ഞാൻ പലതവണ നാട്ടിൽ വെച്ചൊക്കെ എഴുതി നോക്കിയതാണ്, പരാജയപ്പെട്ടതാണ്. ഉടമ്പടി എടുത്തു, അവിടെ ചെന്നു. എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഒന്നും പഠിക്കാൻ കിട്ടിയില്ല. അത് ഏറെ കഷ്ടപ്പെട്ട് പഠിച്ച് മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കി പോകേണ്ട വിഷയമാണ്. തിയറി പരീക്ഷയാണ്. തിയറിക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഉടമ്പടി ഉപ്പേ കയ്യിലുള്ളൂ. അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചു, അമ്മയുടെ കാശിരൂപം ചേർത്ത് പിടിച്ചു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പോയി ഓരോ ഉത്തരങ്ങളും എനിക്ക് അമ്മ മാതാവ് നൽകിയ പ്രചോദനമനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങിപ്പോരുമ്പോഴും എനിക്കറിയില്ല ജയിക്കുമോ തോക്കുമോ ഒന്നും അറിയില്ല. എനിക്ക് അവിടെ ലഭിച്ച പ്രചോദനത്തിന് ഓരോന്നും ചെയ്തു. അതിൻ്റെ തിയറി പരീക്ഷ പാസ്സാകുവാൻ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ കൃപയാൽ മാത്രമെന്ന്. ഓരോ വാക്കും മകൾ പറയുമ്പോൾ എത്ര കണ്ട ദൈവപരിപാലന. മകളൊരു വിദേശ രാജ്യത്ത് ഏറ്റവും സൂക്ഷ്മമായ ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഏർപ്പെടുമ്പോൾ അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും വിജയം നൽകുകയും ഫലം നൽകുകയും മകളെ അനുഗ്രഹിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി നമ്മൾ വിശ്വസ്തതയിൽ ജീവിക്കുകയും ദൈവസ്നേഹത്തോടുകൂടി ജീവിതത്തിൽ വ്യാപരിക്കുകയും ചെയ്താൽ നാം പോലും അറിയാതെ നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും മികവുള്ളതൊക്കെയും നമുക്കൊരുക്കി തരുവാൻ അമ്മയും തിരുക്കുമാരനും സഹായിച്ചു കൊണ്ടിരിക്കും. ഇത് അനുഭവമാണ്. മകൾ ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടുമുട്ടിയ കർത്താവിനെ, അനുഭവിച്ച ദൈവസ്നേഹത്തെ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച പ്രത്യേകമായ ഓരോ നന്മകളെ എടുത്താണ് ഈ അൾത്താരയിൽ പറയുന്നത്. നമുക്കും ഇത് കിട്ടും. അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് വലിയ വിഷയത്തെയും, ഏത് നമുക്ക് ചെയ്യാനാവാത്ത, നമ്മൾ ചെന്നുപെട്ടാൽ അപകടമാകുന്ന ഏത് വിഷയത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മ കൂടെ നിന്ന് എന്നെ സഹായിക്കണമേ എന്ന് അറിഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ നിന്ന് തിരുക്കുമാറിലൂടെ വേണ്ടതൊക്കെ നമുക്ക് ക്രമീകരിച്ചു തരും. അത് ഡ്രൈവിംഗ് നന്നായി പൂർത്തീകരിക്കുന്നതിനാവട്ടെ, അത് ഡോക്ടർ എന്ന രീതിയിൽ എഫിഷ്യൻസിയോടുകൂടി ജോലി ചെയ്യുന്നതിനാവട്ടെ, അതൊരു വീട് തിരക്കി പോകുമ്പോൾ അത് കണ്ടെത്തുന്നതിനാവട്ടെ, മക്കളെ പരിപാലിക്കുന്നതിനാവട്ടെ, മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സിൽ മകൾ പറയുന്നുണ്ട്, ഏതെങ്കിലും വളരെ ക്രിട്ടിക്കലായിട്ട് കുഞ്ഞുങ്ങളുമായി വരുന്ന മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ എനിക്ക് പറ്റുന്നുണ്ട്. അവർക്കൊരു ഹോപ്പ് കൊടുക്കുവാൻ നമുക്ക് കാത്തിരിക്കാം. ദൈവം ഇടപെടും, കുഞ്ഞ് സൗഖ്യപ്പെടുമെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ആ രീതിയിൽ അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ അധരത്തെ ദൈവം അവിടുത്തെ കൃപ കൊണ്ട് നിറച്ച് സംസാരശേഷി നൽകിയെന്ന്. ഓരോന്നും ദൈവാനുഗ്രഹമാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് പ്രതീക്ഷയായി നമ്മുടെ ജീവിതം മാറുകയെന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ മകൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.